തേർഡ് മൊഡ്യൂൾ chi-square ടെസ്റ്റ്. അതിലാദ്യമേ chi-square goodness of fit ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ദ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് എ ഗിവൺ ഫിനോമിന ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻറ്റ് ഫ്രം ദ എക്സ്പെക്റ്റഡ് വാല്യൂ. chi-square goodness of fit ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഒബ്സർവ്ഡ് വാല്യൂവും എക്സ്പെക്റ്റഡ് വാല്യൂവും തമ്മിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒബ്സർവ്ഡ് വാല്യൂവും എക്സ്പെക്റ്റഡ് വാല്യൂവും തമ്മിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് chi-square goodness of fit ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. chi-square goodness of fit ടെസ്റ്റ് ഡിറ്റർമൈൻസ് ഹൗ വെൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സച്ച് as നോർമൽ, ബൈനോമിയൽ ഓർ പോസോൺ ഫിറ്റ്സ് ദ ഇംപീരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ ഒബ്സർവ്ഡ് ഡേറ്റയുമായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യും എന്നുള്ളതും ചെക്ക് ചെയ്യാൻ പറ്റും. chi-square ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നമ്മുടെ ഒബ്സർവ്ഡ് ഡേറ്റയായിട്ട് ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആർ കൗണ്ട്സ് മെയ്ഡ് ഫ്രം എക്സ്പെരിമെൻ്റൽ ഡേറ്റ. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെരിമെൻറ്റ് നടത്തി കിട്ടുന്ന ഡേറ്റയിൽ നിന്ന് കിട്ടുന്ന കൗണ്ട്സുകൾ, നമ്പേഴ്സാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. എക്സ്പെരിമെൻറ്റ് നടത്തി കിട്ടുന്ന നമ്പേഴ്സാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇഫ് ദ ചാൻസസ് ഓഫ് ലോസിങ് എ ഗെയിം ഈസ് 2/7 ആൻഡ് യു പ്ലേ ദ ഗെയിം 200 ടൈംസ്, ഹൗ മെനി ടൈംസ് വുഡ് യു എക്സ്പെക്ട് ടു ലൂസ്? അതായത് ഒരു ഗെയിം കളിക്കുമ്പോൾ തോൽക്കാനുള്ള സാധ്യത 2/7 ആണ്. അങ്ങനെയാണെങ്കിൽ 200 തവണ ഗെയിം കളിച്ചു കഴിയുമ്പോൾ എത്ര തവണ തോൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തവണ ഗെയിം കളിക്കുമ്പോൾ തോൽക്കാനുള്ള സാധ്യത 2/7 ആണ്. അങ്ങനെയാണെങ്കിൽ 200 തവണ ഗെയിം കളിക്കുമ്പോൾ തോൽക്കാനുള്ള സാധ്യത എത്ര എന്നതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി 200 × 2/7 ചെയ്താൽ മതി. ഒരു തവണ തോൽക്കാനുള്ള സാധ്യതയാണ് 2/7. ആകെ 200 തവണ ഗെയിം കളിച്ചു. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി 200 × 2/7. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചതാണ്. P(x) × ക്യാപിറ്റൽ N. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസോൺ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചപ്പോൾ ഉള്ള ഫോർമുലയാണ് P(x) × ക്യാപിറ്റൽ N. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്, എത്ര തവണ ട്രയൽസ് നടത്തി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് chi-square ടെസ്റ്റ്. ഇറ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അസംഷൻ അബൌട്ട് ദ ഫോം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓർ പാരാമീറ്റേഴ്സ് ഈസ് നോട്ട് റിക്വയർഡ്. chi-square ടെസ്റ്റിന് പാരാമീറ്റേഴ്സിനെ കുറിച്ചുള്ള അസംഷൻ ഒന്നും വേണ്ട. അതായത് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാരാമീറ്ററിനെ കുറിച്ച് അസംഷൻ നടത്തുമായിരുന്നു. അതായത് പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ, അല്ലെങ്കിൽ ദെയർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ മീൻ എന്ന് ഏറ്റവും ആദ്യമേ അസ്യൂം ചെയ്യുമായിരുന്നു ടെസ്റ്റിനും ടെസ്റ്റിനും ഒക്കെ. ഇവിടെ chi-square ടെസ്റ്റിന് അങ്ങനെ ഒരു അസംഷൻ്റെ ആവശ്യമില്ല. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ടെസ്റ്റ് അപ്രോക്സിമേറ്റഡ് ടു നോർമൽ എന്ന് പറഞ്ഞിരുന്നു. ടെസ്റ്റും അപ്രോക്സിമേറ്റഡ് ടു നോർമൽ ആണ്. ഇവിടെ ഏത് ഡിസ്ട്രിബ്യൂഷനകത്തും ഉപയോഗിക്കാം. നോർമലിനകത്തും പോസോണിനകത്തും ബൈനോമലിനകത്തും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ടെസ്റ്റാണ് chi-square ടെസ്റ്റ്. നോർമലും ബൈനോമിയലും പോസോണും എല്ലാത്തിനകത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ടെസ്റ്റാണ് chi-square ടെസ്റ്റ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് അനലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെറ്റ് ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എ സെറ്റ് ഓഫ് കറസ്പോണ്ടിങ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് അനലൈസ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കാര്യമാണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് അനലൈസ് ചെയ്യുന്നു. എന്തൊരു ഡിഫറൻസ് ഉണ്ടോ, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതാണ് chi-square ടെസ്റ്റ്. നെക്സ്റ്റ് സ്റ്റെപ്സ് ഫോർ chi-square ടെസ്റ്റ് ഓഫ് ഗുഡ്നസ് ഓഫ് ഫിറ്റ്. chi-square ഗുഡ്നസ് ഓഫ് ഫിറ്റ് ടെസ്റ്റിൻ്റെ സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ്, നൾ ഹൈപ്പോത്തസിസ്. ദെയർ ഈസ് ഗുഡ്നസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലൊരു ഗുഡ്നസ് ഓഫ് ഫിറ്റ് ഉണ്ട് എന്നാണ് നൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നത്. രണ്ടാമത്തെ, കമ്പ്യൂട്ട് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഫോർമുല ഇതാണ്. chi-square ഫോർമുല സിഗ്മ O - E (2/E). chi-square ടെസ്റ്റിൻ്റെ ഫോർമുലയാണ് സിഗ്മ O - E (2/E). O എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. E എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്.
ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എപ്പോഴും നമുക്ക് തരും. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. chi-square ടെസ്റ്റിൻ്റെ ഫോർമുലയാണ് സിഗ്മ ഒ മൈനസ് ഇ ഓൾ സ്ക്വയർ ബൈ ഇ. ഒ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എപ്പോഴും നമുക്ക് തരും. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഫോർമുലയാണ് n മൈനസ് ആർ മൈനസ് 1. ആർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് കമ്പ്യൂട്ടഡ് ഫ്രം ഡേറ്റ. നമ്മൾ എത്ര പാരാമീറ്റേഴ്സ് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് എത്ര പാരാമീറ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ആർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 2 പാരാമീറ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 2. 3 പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 3. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n മൈനസ് ആർ മൈനസ് 1. ഫോർത്ത് സ്റ്റെപ്പ് ഒബ്റ്റെയിൻ ദ ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. ഒബ്റ്റെയിൻ ദ ടേബിൾ വാല്യൂ, അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് chi-square ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ വി കൺക്ലൂഡ് ദാറ്റ് ദെയർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യും? അവിടെ ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടെന്ന് കൺക്ലൂഡ് ചെയ്യും. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് chi-square ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട്. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടെന്നായിരുന്നു. അപ്പം നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. നെക്സ്റ്റ് കണ്ടീഷൻ ഫോർ അപ്ലൈയിങ് chi-square ടെസ്റ്റ്. chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷനാണ്. ഒന്നാമത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി മസ്റ്റ് ബി റീസണബിളി ലാർജ് അറ്റ്ലീസ്റ്റ് 50. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി കുറഞ്ഞത് 50 എങ്കിലും ഉണ്ടെങ്കിലേ chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ കുറഞ്ഞത് 50 എങ്കിലും ഉണ്ടെങ്കിലേ chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് 50 50നേക്കാട്ടിലും കൂടുതലോ ആയിരിക്കണം ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ. രണ്ടാമത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ലെസ് ദാൻ 5 ഈസ് പൂൾഡ് വിത്ത് ദ പ്രിസീഡിംഗ് ഓർ സക്സീഡിംഗ് ഫ്രീക്വൻസി സോ ദാറ്റ് നോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഈസ് ലെസ് ദാൻ 5. ദെൻ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ബേസ്ഡ് ഓൺ ദ റിസൾട്ടിംഗ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ്. പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 5ൽ കുറയാൻ പാടില്ല. 5ൽ കുറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയോ മുകളിലുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയോ ആയിട്ട് അത് കൂട്ടി 5ൽ കൂടുതലാക്കണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഒരിക്കലും 5ൽ കുറയാൻ പാടില്ല. 5ൽ കുറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയിട്ടോ അതിൻ്റെ തൊട്ട് മുകളിലത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയിട്ടോ ആഡ് ചെയ്ത് ആ നമ്പർ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ നമ്പർ 5നേക്കാട്ടിലും കൂട്ടണം. നെക്സ്റ്റ് പോയിന്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് നോട്ട് ബി ഓഫ് പ്രപ്പോർഷൻ ഓർ പെർസെൻറ്റേജ്, ഇറ്റ് ഷുഡ് ബി ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ്. അതിൻ്റെ ഒറിജിനൽ യൂണിറ്റിൽ തന്നെ ആയിരിക്കണം. പ്രപ്പോർഷൻ ആയിട്ടോ പെർസെൻറ്റേജ് ആയിട്ടോ എഴുതാൻ പാടില്ല.